ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റെസ്റ്റോറന്റ് തുടങ്ങിയതിനു ശേഷം. എന്താ പ്രശ്നം? ഞാൻ അടിമുടി തീ പിടിച്ചിരിക്കുക. അതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്നെ പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടതായിട്ടോ ഒന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. അതാ നിന്റെ വിഷമം? അല്ല, എന്നെ കുറിച്ച് പരാതിയൊന്നുമില്ലല്ലോ. അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ തന്നെ കുറിച്ച് പരാതി പറയുന്നോടോ? അതെ അതെ, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഒരു സാധാരണ കുടുംബത്തിന്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും. പിള്ളേച്ചനിങ്ങനെ അണ്ടി പോയ പട്ടി കണക്കിരിക്കുന്ന എന്തിനാ? എന്റെ രൂപ 25,000 പോയത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. 1.5 കോടി ഉറുപ്പ്യ. ഒളരിപ്പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് 1 ഏക്കർ സ്ക്വയർ പ്ലോട്ടാ കയ്യിലിരുന്നേ. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു. എന്തൊരു നീചനാണ് പാവോടാവൻ. എന്റെ ആയുസിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു സഹായം ചെയ്തു കൊടുക്കില്ല. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചെലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഒരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഇവന്മാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞാലും മനസ്സിലാവുകയോ ഇല്ല. ഒരിക്കലും ഇത് തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്ന എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. ഒരാളെയും ചതിക്കാനും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. നിന്റെ ഓരോ കളികളെ. അങ്ങനെ അത് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗ്രീസ് ട്രാപ്പ് പോലും വെക്കാത്ത അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ആ പരാതികളെല്ലാം ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം ന്യായ വിലക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടല്ലേ? എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ മറക്കില്ല. നമ്മൾ ഇപ്പൊ ഒരു ശ്രമം നടത്തി. ഇനി അടുത്ത തവണ നമുക്ക് ഒന്നും കൂടി ശ്രമിക്കാം. കിട്ടുന്നത് വരെ ശ്രമിക്കും. നീ ഇങ്ങനെ കോംപ്ലക്സ് അടിച്ച് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കേണ്ട ഒരു കാര്യമില്ലാട്ടാ.